ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മളിവിടെ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ബീഫ് സ്റ്റിക്കാണ്. അതിനുവേണ്ടി നമ്മളൊരു ബീഫ് പീസ് മേടിക്കാനായിട്ട് വന്നതാണ്. ഒരു 1/2 kg വരുന്ന ഒരു ബീഫ് പീസാണ് നമ്മളിവിടെ ഇതിനായിട്ട് മേടിച്ചത്. ആ മേടിച്ചെടുത്ത് തന്നെ ആ ചേട്ടനോട് പറഞ്ഞ് നമ്മളതിനെ നന്നായിട്ട് അടിച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഒരു 1/2 kgയുടെ പീസാണ്. ഇനി നമുക്കിതിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ട ബാർബിക്യൂ സോസ്, മസ്റ്റാർഡ് പേസ്റ്റ്, ഇത് രണ്ടും നമ്മൾ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തു. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളുടെ സാധാരണ വീടുകളിലുണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഇനി നമ്മൾ വാങ്ങിയ ബീഫ് സ്റ്റീക്ക് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇത് ഇവിടെ ഒരു 1/2 kgയുടെ ബീഫ് സ്റ്റീക്കാണ്. ഒരു 2 സെൻറ്റിമീറ്ററോളം കനം വരുന്ന ബീഫ് സ്റ്റീക്ക് നമ്മൾ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ഇടുന്നതിനായിട്ട് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒലീവ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഒഴിക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്തെടുത്ത ബ്ലാക്ക് പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് സാൾട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് പിങ്ക് സാൾട്ടാണ്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, പാകത്തിനനുസരിച്ചിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് മസ്റ്റാർഡ് പേസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ മസ്റ്റാർഡ് പേസ്റ്റ് മതിയായിരിക്കും നമുക്കൊരു 1/2 kg വരുന്ന ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ തന്നെ ബാർബിക്യൂ സോസും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമ്മളിത് ചെയ്യേണ്ടത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. ഈ 4-5 ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു കുറച്ച് സമയം എടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. ഇവിടെ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് സ്റ്റീക്കിലോട്ട് ഇതിന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബീഫ് സ്റ്റീക്കിൻ്റെ 2 സൈഡിലും അതുപോലെ തന്നെ ഇതിൻ്റെ വശങ്ങളിലും നമ്മുടെ ഈ മസാല എത്താവുന്ന രീതിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു സൈഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഞാൻ അതിൻ്റെ തൊട്ടടുത്ത ഭാഗത്തും ഇതേ മസാല അപ്ലൈ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വശങ്ങളിലും നന്നായിട്ട് മസാല നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മസാല ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു. ഒരു 2 മണിക്കൂറോളം നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കിതിൻ്റെ കൂടെ സൈഡ് ഡിഷായി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സലാഡ് ഉണ്ടാക്കാനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കമാണ്. 2 ക്യാപ്സിക്കം നമ്മൾ റൗണ്ട് പീസായിട്ട് കട്ട് എടുത്തിരിക്കുന്നു. അതിനുശേഷം ഒരു 4-5 ഗ്രീൻ ചില്ലി അതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു സലാഡാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്കായിട്ട് നമുക്കെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് അതിലോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടിരിക്കുന്ന ക്യാപ്സിക്കം, പച്ചമുളക് എന്നിവ നമ്മളതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് കുക്ക് ചെയ്യാനായിട്ട് അധിക സമയമൊന്നും എടുക്കില്ല. ചെറിയൊരു 2 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ സമയം മാത്രം മതിയായിരിക്കും ഇതിൻ്റെ ഒരു വശം കുക്ക് ചെയ്യാനായിട്ട്. ഒരു വശം കുക്കായി വന്നു കഴിഞ്ഞാൽ അതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് അടുത്ത വശവും അതേ 2-3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് നന്നായി കുക്കായി കഴിഞ്ഞിട്ട് നമുക്കത് വാങ്ങിയെടുക്കാം. ഈ ഒരു സലാഡ് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉപയോഗിക്കാനാണ് നമ്മളിത് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഇവിടെ 2 വശവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനത് ഒരു പ്ലേറ്റിലോട്ട് വാങ്ങി വയ്ക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഡിഷായ ബീഫ് സ്റ്റീക്ക് കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത ബീഫ് സ്റ്റീക്ക് ഫ്രിഡ്ജിൽ നിന്ന് തിരിച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് അടി കട്ടി കൂടിയ ഒരു പാനാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് അടി കട്ടി കൂടിയ ഒരു പാൻ തന്നെ ആയിരിക്കണം ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതിലോട്ട് നമുക്ക് വേണ്ടത് ബട്ടർ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അൺസാൾട്ടഡ് ബട്ടറാണ്. അതൊരു 3-4 പീസ് നമുക്ക് ഈ പാൻ ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലൊക്കെ ഇട്ട് കൊടുക്കുക.
ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മെൽറ്റാവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത് 1-2 മിനിറ്റ് സമയം എടുത്തായിരിക്കും ഇത് മെൽറ്റാവുന്നത്. അത് നന്നായി മെൽറ്റായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 സെൻറ്റിമീറ്റർ കനം വരുന്ന ഒരു 1/2 kg ബീഫ് സാധാരണയായിട്ട് ഒരു വശം നമുക്ക് കുക്കായി കിട്ടാൻ ഏകദേശം ഒരു 15 മിനിറ്റോളം സമയമാണ് എടുക്കുന്നത്. അപ്പോൾ 2 വശവും നമുക്ക് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ 15 മിനിറ്റ് കഴിയുമ്പോഴും ഒന്ന് മറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 വശവും ഒരു 30 മിനിറ്റിനകം നമുക്ക് കുക്കായി കിട്ടും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ബീഫ് സ്റ്റിക്ക് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ അതിലിട്ട് കുറച്ച് വെളുത്തുള്ളി കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിനെ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിനെ നന്നായിട്ട് ചെറിയ ചെറിയ സ്ലൈസ് പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റീക്ക് റെഡിയായി.